ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിലേ കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട പാസ്ത നൂഡിൽസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറയും ഇനി ഇത് തന്നെ മതിയെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയാണ്. ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. മൈദ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചേർത്താൽ നല്ലൊരു ടെക്സ്ചർ കിട്ടും. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1.5 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒരു 1/2 കപ്പൊക്കെ വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ വേണ്ട കേട്ടോ, എടുത്തുന്നേ ഉള്ളൂ. അത് കുറേശ്ശായിട്ട് ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ അതുപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്കൊരു നല്ല വാവട്ടമുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ലിറ്ററൊക്കെ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ കുഴച്ച് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. സോഫ്റ്റ് എന്ന് വെച്ചാൽ കയ്യിൽ പറ്റരുത് കേട്ടോ. കയ്യിൽ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊടി ഇട്ടിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പും 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ആവശ്യം വന്നിട്ടുള്ളൂ. നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ചെറിയ ഉരുളകളാക്കി എടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെയല്ല, കുറച്ച് കൂടുതൽ പൊടിയിട്ട് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ടുള്ള ചപ്പാത്തി പരത്തിയതുപോലെ പരത്തിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് നന്നായിട്ട് പൊടി അങ്ങ് വെതറിയിട്ട് മടക്കിയെടുക്കണം. 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ പൊടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെതറി ഒന്ന് റോൾ ചെയ്തങ്ങ് എടുക്കാം. ഇനി അറ്റം അങ്ങ് കട്ട് ചെയ്ത് മാറ്റി ഈ ഒരു വീതിയിൽ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് എടുത്ത് ഒന്ന് ഇളക്കിയിടുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ വേറെ വേറെ വന്നോളും. പിന്നെ ഇത് ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒട്ടിപ്പോകും കേട്ടോ. നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ കുഴച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സോഫ്റ്റായി വരില്ലേ, അതിൽ ആ ഒരു ഈർപ്പം ഇറങ്ങി വരും. അപ്പം അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഗോതമ്പ് പൊടി ഇട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വാരിയിട്ടാൽ മതി. അപ്പോൾ അത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടന്നോളും. പെട്ടെന്ന് കഴിഞ്ഞില്ലേ പാസ്ത നൂഡിൽസ്. ഇനി അടുത്തതും അതേപോലെ തന്നെ പരത്തിയെടുത്ത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ഒന്നും ഒട്ടിപ്പിടിച്ചില്ല. നമ്മൾ പൊടി ഇട്ടതുകൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും ഒട്ടിപ്പിടിച്ചില്ല. നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുമ്പോൾ കുറച്ചൊന്ന് ആ പൊടി അങ്ങ് തട്ടി കളഞ്ഞിട്ട് പ്ലേറ്റിലേക്ക് എടുത്താൽ മതി. നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ പാസ്ത നൂഡിൽസ് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ചോട്ടെ. അത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് വരും. എല്ലാം അങ്ങ് വിടർത്തി ഇങ്ങ് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് തട്ടിയിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നല്ലപോലെ വെള്ളം ഒഴിച്ച് അവിടെ വയ്ക്കാം. ഈ പാസ്ത നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഈ തണുത്ത വെള്ളത്തിലേക്ക് ഉടനെ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും മതി. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ നൂഡിൽസ് എല്ലാം മുകളിലോട്ട് പൊങ്ങി വരും. വെന്ത് കഴിയുമ്പോൾ 5 മിനിറ്റൊക്കെ തേവിച്ചാൽ മതി. ഇനി നമുക്കിത് ഒന്ന് കോരിയെടുത്ത് ഈ തണുത്ത വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് സമയം തണുത്ത വെള്ളത്തിൽ ഇടണ്ട. അതെടുത്ത് നമുക്ക് കോരി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി അത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. അതൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ അത് ഒന്ന് വഴന്നിട്ടുണ്ട്, അത്രയും മതി. ആ ഒരു സവാളയുടെയൊക്കെ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവുമല്ലോ, അതങ്ങനെ തന്നെയുള്ള സമയത്ത് നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം മുറിച്ചത് ഒരു പിടിയൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് യെല്ലോ ക്യാപ്സിക്കം കൂടെ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇടുന്ന കേട്ടോ, ഇഡ്ഡലിയിലേലും കുഴപ്പമൊന്നുമില്ല. അതെല്ലാം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ആ തക്കാളി ഒന്നും ഉടഞ്ഞു പോകാതെ അങ്ങനെ തന്നെ കിടക്കണം. നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതെല്ലാം പെട്ടെന്ന് കഴിയും കേട്ടോ. ഒരുപാട് സമയം വെച്ച് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ഒഴിക്കണമെന്നില്ല. അതുപോലെ റെഡ് ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിക്ക് പകരം റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്താൽ മതി. സോസ് മാത്രമാകുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബാക്കി 1/4 കപ്പ് വെള്ളത്തിലോട്ട് ഒരു ടീസ്പൂൺ മൈദ ചേർത്ത് ഇളക്കി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പാസ്ത കഴിക്കുമ്പോൾ കുറച്ചൊരു ക്രീമി ആയിട്ടൊരു കിട്ടട്ടെ, അതിന് വേണ്ടിയാണ്. അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസ്ത നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്തിരുന്നാൽ മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചെറിയൊരു പുളിപ്പും കൂടെ വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ വെതറി ഇങ്ങെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത നൂഡിൽസ് റെഡി.
ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാസ്ത നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന പാസ്തയാണ്, അടിപൊളി. ഇതിപ്പോൾ വെജാണ്. നോൺ വെജ് ആക്കണമെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് പിച്ച് ചീന്തി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലേ? നമ്മൾ കടയിൽ നിന്നൊക്കെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നൂഡിൽസാണ്. ഇന്ന് ചപ്പാത്തി ഒന്നും വേണ്ട, ഒരു വെറൈറ്റി പിടിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പി. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.